അമേരിക്കൻ വിദേശ നയത്തിലും സൈനിക നീക്കങ്ങളിലും വൻ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇറാൻ സംഘർഷത്തെക്കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പ്രസ്താവനകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇറാനുമായുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ ഉടൻ തന്നെ അവസാനിക്കുമെന്ന ട്രംപിന്റെ പുതിയ വെളിപ്പെടുത്തൽ ആഗോള രാഷ്ട്രീയ നിരീക്ഷകരെയും നയതന്ത്ര വിദഗ്ധരെയും ഒരുപോലെ അമ്പരപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ കേവലം ഒരു തന്ത്രപരമായ നീക്കം മാത്രമാണോ അതോ അമേരിക്കൻ സൈന്യത്തിനുള്ളിൽ ഉടലെടുത്ത ആഭ്യന്തര പ്രതിസന്ധികളാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ ലക്ഷ്യത്തിലെത്തുകയാണെന്നും സംഘർഷം ഉടൻ അവസാനിക്കുമെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ട്രംപ് അവകാശപ്പെട്ടിരുന്നെങ്കിലും പെന്റഗണിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ ഇതിന് വേറിട്ടൊരു ചിത്രം നൽകുന്നുണ്ട്. അമേരിക്കൻ സൈന്യത്തെ കടുത്ത പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ആയുധക്ഷാമ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്. സൈനിക സജ്ജീകരണങ്ങളെയും ആയുധ ശേഖരണത്തെയും കുറിച്ചുള്ള അതീവ രഹസ്യ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതിനെതിരെ കടുത്ത അമർഷമാണ് ട്രംപ് പരസ്യമായി പ്രകടിപ്പിച്ചത്. തന്റെ ഭരണകൂടത്തെയും സൈനിക ആസൂത്രണങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ വിവരങ്ങൾ ചോർത്തുന്ന ആഭ്യന്തര ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത ഭാഷയിലാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. രഹസ്യ വിവരങ്ങൾ പുറത്തുവിടുന്നവർ രാജ്യദ്രോഹപരമായ കുറ്റമാണ് ചെയ്യുന്നതെന്നും ഇത്തരക്കാർ ദീർഘകാലം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പരസ്യമായി ഭീഷണിപ്പെടുത്തി. ദേശീയ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ഇത്തരം ചോർച്ചകൾ ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ട്രംപ് ഇതിലൂടെ നൽകാൻ ശ്രമിക്കുന്നത്. പരസ്യമായി കടുത്ത നിലപാടുകൾ വ്യക്തമാക്കുമ്പോഴും അടച്ചിട്ട മുറികളിൽ ട്രംപ് വൻ അമർഷവും ആശങ്കയും പങ്കുവെക്കുന്നതായാണ് ഭരണകൂടവുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് തന്റെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തുമായി നടത്തിയ സ്വകാര്യ സംഭാഷണങ്ങളിൽ ആഭ്യന്തര ചോർച്ചകൾ ഉണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച് ട്രംപ് രോഷാകുലനായി സംസാരിച്ചതായുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. സൈനിക ശേഷിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശത്രു രാജ്യങ്ങൾക്ക് മുൻപിൽ പരസ്യമാകുന്നത് അമേരിക്കയുടെ നയതന്ത്ര പ്രതിച്ഛായയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് ട്രംപിന്റെ വിലയിരുത്തൽ. അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം നീണ്ടു നിൽക്കുന്ന സൈനിക വിന്യാസങ്ങളും മിസൈൽ വിക്ഷേപണങ്ങളും മൂലം US സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ആയുധ ശേഖരത്തിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട്. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളുടെയും മിസൈലുകളുടെയും കുറവ് വരും ദിവസങ്ങളിൽ US നീക്കങ്ങളെ ബാധിച്ചേക്കാമെന്നാണ് ചോർന്ന രേഖകൾ വ്യക്തമാക്കുന്നത്. ഈ യാഥാർത്ഥ്യം പുറത്തു വന്നത് ഇറാനെതിരെ ശക്തമായ ഭീഷണി ഉയർന്നു നിന്നിരുന്ന ട്രംപിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് കനത്ത തിരിച്ചടിയായി മാറി. ആയുധക്ഷാമത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ തന്ത്രപരമായ പിന്മാറ്റത്തിന് ട്രംപ് നിർബന്ധിതനാവുകയാണോ എന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. ഇറാനെതിരെയുള്ള പോരാട്ടം അവസാനിക്കാറായി എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നത് ഒരു വിജയ പ്രഖ്യാപനമായി ചിത്രീകരിക്കാനാണെങ്കിലും യഥാർത്ഥത്തിൽ സൈനിക വിഭവങ്ങളുടെ പരിമിതി മൂലം യുദ്ധം നിർത്തിവെക്കാൻ അദ്ദേഹം നിർബന്ധിതനാകുന്നതാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ആഭ്യന്തര തളർച്ച മറച്ചുവെക്കാൻ ട്രംപ് ഉപയോഗിക്കുന്ന നയതന്ത്ര ഭാഷയാണോ ഇതെന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു. അമേരിക്കൻ സൈന്യത്തിനുള്ളിലെ വിവരച്ചോർച്ച കേവലം ഒരു വാർത്ത മാത്രമല്ല, അത് ഭരണകൂടത്തിനുള്ളിലെ ആഭ്യന്തര ഭിന്നതകളുടെയും അതൃപ്തിയുടെയും പ്രതിഫലനം കൂടിയാണ്. ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലെയും ഇന്റലിജൻസ് ഏജൻസികളിലെയും ചില ഉദ്യോഗസ്ഥർ ട്രംപിന്റെ കടുത്ത സൈനിക നയങ്ങളോട് വിയോജിപ്പുള്ളവരാണെന്നും അതാണ് വിവരച്ചോർച്ചയിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. ട്രംപിന്റെ പ്രവചനാതീതമായ തീരുമാനങ്ങളിൽ ആശങ്കയുള്ള വിഭാഗങ്ങളാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടതെന്ന് കരുതപ്പെടുന്നു. ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന് മേലും ഇപ്പോൾ കടുത്ത സമ്മർദ്ദമാണ് നിലനിൽക്കുന്നത്. പെന്റഗണിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം കൊണ്ടുവരാനും ഇത്തരം ചോർച്ചകൾ ഇനി ഉണ്ടാകാതിരിക്കാനും ഹെഗ്സത്ത് ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ട്രംപിന്റെ കടുത്ത ദേഷ്യത്തിനിരയായ ഹെഗ്സത്ത് ചോർച്ചയ്ക്ക് ഉത്തരവാദികളായവരെ കണ്ടെത്താൻ സൈനിക തലത്തിൽ വലിയ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. മറുഭാഗത്ത് ഈ സംഭവങ്ങളെ വളരെ സൂക്ഷ്മതയോടെയാണ് ഇറാൻ വീക്ഷിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിലുണ്ടായ ആയുധക്ഷാമ റിപ്പോർട്ടുകളും ആഭ്യന്തര ചോർച്ചയും ഇറാനിയൻ നേതൃത്വത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ട്രംപിന്റെ പത്രസമ്മേളനവും അതിനു പിന്നാലെ ഉണ്ടായ ഭീഷണികളും അമേരിക്കയുടെ ദുർബലതയാണ് കാണിക്കുന്നതെന്ന് ടെഹ്റാനിലെ നയതന്ത്ര കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുണ്ട്. യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന ആഗോള സാമ്പത്തിക മേഖലയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്.
എണ്ണവിലയിൽ ഉണ്ടായ ഉലച്ചിലുകളും അന്താരാഷ്ട്ര വിപണിയിലെ അനിശ്ചിതത്വങ്ങളും ഈ പ്രഖ്യാപനത്തോടെ താൽക്കാലികമായി ശാന്തമാകാൻ തുടങ്ങി. എങ്കിലും ട്രംപിന്റെ വാക്കുകളിൽ എത്രത്തോളം വിശ്വസനീയതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധരും സംശയിക്കുന്നുണ്ട്. പ്രസിഡന്റ് പദവിയിൽ മടങ്ങിയെത്തിയ ശേഷം ട്രംപ് നേരിടുന്ന ഏറ്റവും വലിയ വിദേശ നയ വെല്ലുവിളികളിൽ ഒന്നായി ഇത് മാറിയിട്ടുണ്ട്. ഒരു വശത്ത് ഇറാനെതിരെയുള്ള സൈനിക മേൽക്കോയ്മ നിലനിർത്തുക, മറുഭാഗത്ത് സ്വന്തം ഭരണകൂടത്തിനുള്ളിലെ ചോർച്ച തടയുക എന്ന ഇരട്ട വെല്ലുവിളിയാണ് അദ്ദേഹം നേരിടുന്നത്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾക്ക് സൈനിക തലത്തിൽ നേരിട്ട കനത്ത തിരിച്ചടിയായാണ് പ്രതിപക്ഷം ഇതിനെ ഉയർത്തിക്കാട്ടുന്നത്. വാഷിംഗ്ടണിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഈ വിഷയം വരും ദിവസങ്ങളിൽ വലിയ കൊടുങ്കാറ്റ് ഉയർത്തുമെന്ന് ഉറപ്പാണ്. രഹസ്യ വിവരങ്ങൾ ചോർത്തിയവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും സൈനിക ശേഷിയെക്കുറിച്ചുള്ള ചർച്ചകൾ ജനങ്ങൾക്കിടയിൽ കൂടുതൽ സജീവമാവുകയാണ്. തടവ് ശിക്ഷ ഭീഷണികൾ നൽകി വിവരച്ചോർച്ച തടയാൻ ട്രംപിന് സാധിക്കുമോ എന്നത് കണ്ടറിയണം. ഇറാൻ സംഘർഷത്തിന്റെ ഭാവി ഇനി എന്താകുമെന്നത് ട്രംപിന്റെ വരും ദിവസങ്ങളിലെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. ആയുധക്ഷാമം നേരിടുന്ന അമേരിക്കൻ സൈന്യത്തിന് ഇനി എത്രത്തോളം ശക്തമായി മുന്നോട്ടു പോകാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ട്രംപ് പറയുന്നത് പോലെ യുദ്ധം സമാധാനപരമായി അവസാനിക്കുമോ, അതോ അമേരിക്കയുടെ ബലഹീനത മനസ്സിലാക്കി ഇറാൻ കൂടുതൽ ശക്തമായ നിലപാടുകളിലേക്ക് നീങ്ങുമോ എന്നത് വരും വാരങ്ങളിൽ വ്യക്തമാക്കും. ട്രംപിന്റെ പ്രസ്താവനയും പെന്റഗണിലെ വിവരച്ചോർച്ചയും ചേർന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആഭ്യന്തരമായ പ്രതിസന്ധികളും ആയുധക്ഷാമവും മറച്ചുവെക്കാൻ നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങൾ ട്രംപിന് എത്രത്തോളം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഈ സംഘർഷത്തിന്റെ പരിസമാപ്തി കേവലം US-ഇറാൻ ബന്ധങ്ങളെ മാത്രമല്ല, ആഗോള സൈനിക സമവാക്യങ്ങളെ തന്നെ പുനർനിർവചിക്കുന്ന ഒന്നായി മാറും.